നേടുവാൻ വേണ്ടി പഴയ കാലങ്ങളിൽ നമ്മൾ ആരെങ്കിലും തന്റെ അടുത്തോടെ ഇറങ്ങി ചെല്ലണമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഓരോരുത്തരെയും ലഹരിക്ക് അടിമപ്പെടുത്തുവാൻ വേണ്ടി അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന ഏജന്റുമാരും തയ്യാറായിരിക്കുന്ന വ്യക്തികളുമുണ്ട്. കുടുംബങ്ങളിൽ നല്ല മക്കളായിട്ട് വളർത്തുവാൻ എല്ലാ മാതാപിതാക്കന്മാർക്കും ആഗ്രഹമുണ്ട്, ജാതി മത ഭേദമന്യേ. എന്നാൽ പല അവസരങ്ങളിലും നമുക്കറിയാം, അന്യസംസ്ഥാനത്തെ ആളുകൾ വരുന്നു. അതിൽ തന്നെ എത്രയോ ലഹരികൾ വളരെ ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ നോക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന രീതിയിൽ കുടുംബങ്ങളിൽ പോലും ലഹരിയുടെ വളരെയധികമായ പ്രവർത്തനങ്ങൾ വരും. മാതാപിതാക്കന്മാർക്കൊന്നും ഒരിക്കലും മക്കളെ ആരെയും ചീത്തയാക്കണമെന്നുള്ള ആഗ്രഹമില്ല എങ്കിലും സുഹൃത്തുക്കൾ വഴിയും സമൂഹത്തിലെ പല വ്യക്തികൾ വഴിയും ഏജന്റുമാർ വഴിയും ഒരുപക്ഷെ അവര് കുടിക്കുന്ന പാനീയങ്ങളിലൂടെയോ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയോ അവരറിയാതെ തന്നെ അവരെ അടിമകളാക്കുവാൻ വേണ്ടി ആർക്കും സാധിക്കുമെന്നുള്ളതാണ്. ഈ ലോകം ഇങ്ങനെയൊക്കെ മാറുമ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന്റെ രീതികൾ വളരെയധികം പൈശാചികത നിറഞ്ഞതാണ്. അവർക്കൊന്നും കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊന്നും കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അത് അവരുടെ ജീവിതത്തെ തന്നെ വൈകൃതപരമായ രീതിയിൽ മാറ്റുകയാണ്. ഇതിനെല്ലാ രീതിയിലും, പ്രത്യേകിച്ചും കേരളത്തിൽ ഇതിന്റെ അതിപ്രസരണം വളരെയധികം രൂക്ഷമാണ്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അതിന്റെ അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം ധാരാളം ലഹരി മാഫിയയിൽപ്പെട്ട ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായി നീങ്ങണം. നമ്മളാരും ലഹരിക്ക് അടിമകളല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാരും അടിമകളല്ല. നാളെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ മക്കളെ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിലുള്ളവരെല്ലാം മാറി തീരും. അതൊരു വളരെയധികം പൈശാചികം നിറഞ്ഞ അവസ്ഥയിലേക്കാണ് മാറുക. അത് മാറാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാവണം. ഇന്നിവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും ഇതൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. ഞാൻ എന്റെ ഈ സമൂഹത്തിലെ ലഹരി മാഫിയയെ മാറ്റുവാൻ വേണ്ടി പ്രതിജ്ഞയോടുകൂടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഒരു സംഘടനകൾക്കോ ഒരു വ്യക്തികൾക്കോ ഒരു കുടുംബത്തിനോ കുറച്ചാൾക്കാർക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല.